ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവന. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി. സർ, നമ്മുടെ നാട് നേരിടേണ്ടി വന്ന സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് 2024 ജൂൺ 30 പുലർച്ചെ വയനാട് മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ ഉണ്ടായ ഭീകരമായ ഉരുൾപൊട്ടൽ. അതിൻ്റെ നടുക്കത്തിൽ നിന്ന് വയനാടും സംസ്ഥാനവും പൂർണ്ണമായും മുക്തമായിട്ടില്ല. ഒരു പ്രദേശമാകെ തകർന്നു പോകുന്ന സാഹചര്യമുണ്ടായി. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളുടെ ഗണത്തിലാണ് ഈ ദുരന്തം രേഖപ്പെടുത്തപ്പെട്ടത്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പുഞ്ചിരിമട്ടം നിത്യഹരിത വനത്തിനുള്ളിലായിരുന്നു ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം. തെന്നിമാറിയ ഭൂമിയും പാറയും അവശിഷ്ടങ്ങളും അടങ്ങിയ ഉരുൾ പുന്നപ്പുഴ വഴി 8 കിലോമീറ്റർ ദൂരം വരെ ഒഴുകിയെത്തി. ചെങ്കുത്തായ ചെരുവ് ഉരുളിൻ്റെ ഒഴുക്കിൻ്റെ തോതും വർദ്ധിപ്പിച്ചു. അവശിഷ്ടങ്ങളുടെ ഒഴുക്ക് മണിക്കൂറിൽ 100.8 കിലോമീറ്റർ വേഗത വരെ കൈവരിച്ചുവെന്നാണ് കണക്കാക്കുന്നത്. 32 മീറ്റർ ഉയരത്തിൽ വരെ അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തി. 20 മുതൽ 40 മീറ്റർ വരെ വീതിയുണ്ടായിരുന്ന പുന്നപ്പുഴ നദിയുടെ വീതി ഉരുൾപൊട്ടലോടെ 200 മുതൽ 300 മീറ്റർ വരെയായി. പുഞ്ചിരിമട്ടം, മുട്ടക്കൈ, ചൂരൽമല, അട്ടമല പ്രദേശങ്ങൾ തകർന്നെടുത്തു. ദുരന്തം പാടെ തകർത്ത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഭയാശങ്ക അകറ്റി അവരെ പൊതുജീവിതത്തിലേക്കും പ്രത്യാശയിലേക്കും കൊണ്ടുവരികയും നഷ്ടപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളെല്ലാം കെട്ടിപ്പടുക്കുകയുമാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാന കടമ. രക്ഷാപ്രവർത്തനം. രാജ്യത്തിനാകെ മാതൃകയായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളാണ് വയനാട്ടിൽ നാം നടത്തിയത്. ചുരുങ്ങിയ സമയത്തിൽ കേന്ദ്ര സംസ്ഥാന സേനകളെയും സാങ്കേതിക വിഭാഗങ്ങളെയും മറ്റു സംവിധാനങ്ങളെയും ദുരന്തമുഖത്തെത്തിച്ച് ഊർജിതമായ പ്രവർത്തനം നടത്തി. 2024 ജൂലൈ 30 പുലർച്ചെ 1:15-നും 3 മണിക്കും ഇടയ്ക്കാണ് ഉരുൾപൊട്ടലുണ്ടായത്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന 7 ആപ്താമിത്ര വളണ്ടിയർമാരും ദുരന്തബാധിത പ്രദേശത്തെ ജനങ്ങളും ചേർന്ന് ആദ്യഘട്ട രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് 1 മണിക്കൂറിനുള്ളിൽ അഗ്നിരക്ഷാസേനയും പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി. വയനാട് ജില്ലയിൽ മുൻകൂറായി വിന്യസിപ്പിച്ചിരുന്ന ദേശീയ ദുരന്ത നിവാരണ സേന രാവിലെ 4:30 മണിയോടുകൂടി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. കരസേനയുടെയും വ്യോമസേനയുടെയും സഹായം ഇതിനകം സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. രാവിലെ തന്നെ മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. 4 മന്ത്രിമാർ സംഭവ സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും രക്ഷാപ്രവർത്തനങ്ങൾക്കായി ലഭ്യമാക്കി. കേന്ദ്ര സംസ്ഥാന സേനാ വിഭാഗത്തിലെ 1800-ലധികം പേർ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ദേശീയ ദുരന്ത നിവാരണ സേനയിലെ 126, ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിൻ്റെ 187, ആർമിയുടെ 582, എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സിൻ്റെ 184, നേവി 137, കോസ്റ്റ് ഗാർഡ് 2 ടീം, ആർമിയുടെ കഡാവർ ഡോഗ്സ് 5, വ്യോമസേനയുടെ 2 ഹെലികോപ്റ്റർ തുടങ്ങിയ കേന്ദ്ര സേനകളും സംസ്ഥാനത്തു നിന്ന് അഗ്നി രക്ഷാസേന 360, പോലീസ് 1286, കേരള പോലീസ് ഡോഗ് സ്ക്വാഡ്, സിവിൽ ഡിഫൻസ് 200, ആപ്താമിത്ര 100, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, തമിഴ്നാട് ഫയർഫോഴ്സ് തുടങ്ങി പ്രദേശവാസികളും സന്നദ്ധ പ്രവർത്തകരും ദുർഘടമായ സാഹചര്യത്തിൽ മാതൃകാപരമായ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. രക്ഷാപ്രവർത്തനത്തിനായി ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ആദ്യ ദിനം തന്നെ താൽക്കാലികമായ പാലം സജ്ജമാക്കുകയും തുടർന്ന് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ബെയിലി പാലം നിർമ്മിക്കുകയും ചെയ്തു. പരിക്കേറ്റ 630 പേർക്ക് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി. 1300-ലധികം ആളുകളെ പ്രദേശത്തു നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. ദുരന്തബാധിത പ്രദേശവാസികൾ കൂടി ഉൾപ്പെടുത്തി തുടർന്നുള്ള ദിവസങ്ങളിൽ നടത്തിയ ജനകീയ തെരച്ചിലിൽ 2000-ലേറെ പേർ ഓരോ ദിവസവും പങ്കെടുത്തു. ദുരന്ത മേഖലയിൽ റവന്യൂ, ഫയർഫോഴ്സ് എന്നീ വിഭാഗങ്ങളുടെ കൺട്രോൾ റൂം സുസജ്ജമായി പ്രവർത്തിച്ചു. ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ ക്യാമ്പും പ്രവർത്തിച്ചു. ആഗസ്റ്റ് 2-ന് മുഖ്യമന്ത്രി ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആഗസ്റ്റ് 10-ന് ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തിരുന്നു. ഇതിന് മുന്നോടിയായി കേന്ദ്ര സംഘവും എത്തിയിരുന്നു. 4 മന്ത്രിമാരടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതി തുടക്കം മുതൽ ദുരന്ത മേഖല കേന്ദ്രീകരിച്ചു പ്രവർത്തിച്ചു. ഒരു മന്ത്രി 50-ാം ദിവസം വരെ മുഴുവൻ ദിവസവും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. 14 മന്ത്രിമാർ ആദ്യത്തെ 3 ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ജനപ്രതിനിധികൾ, സാമുദായിക സംഘടനാ നേതാക്കൾ തുടങ്ങിയവരുടെ കൂട്ടായ്മ ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായി. മരണം 231 മൃതദേഹങ്ങളും 222 ശരീരഭാഗങ്ങളും എന്നിവ ദുരന്ത മേഖലയിൽ നിന്നും മലപ്പുറം ചാലിയാർ പുഴയിൽ നിന്നുമായി കണ്ടെടുത്തി. 17 കുടുംബങ്ങളിൽ ആകെ ഉണ്ടായിരുന്ന
58 ആളുകളും മരണപ്പെട്ടു. 6 കുട്ടികൾ ഉൾപ്പെടെ 21 പേർ അനാഥരായി. 173 മൃതദേഹങ്ങളും 2 ശരീരഭാഗങ്ങളും ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. തിരിച്ചറിയാൻ സാധിക്കാത്ത 53 മൃതദേഹങ്ങളും 212 ശരീരഭാഗങ്ങളും സർവമത പ്രാർത്ഥനകളോടെയും ഔദ്യോഗിക ബഹുമതികളോടെയും പുത്തുമല പ്രദേശത്ത് പൊതുശ്മശാനമൊരുക്കി സംസ്കരിച്ചു. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് 631 DNA സാമ്പിളുകൾ ശേഖരിച്ചു. ഇതിൽ 64 എണ്ണം തിരിച്ചറിയാനായിട്ടുണ്ട്. 47 ആളുകളെ നഷ്ടപ്പെട്ടു എന്ന് കണക്കാക്കുന്നതിൽ 47 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ തുടങ്ങി 1685 പൊതു സ്വകാര്യ കെട്ടിടങ്ങൾക്കും റോഡുകൾ, പാലങ്ങൾ, വൈദ്യുതി വിതരണ സംവിധാനം, 110 ഹെക്ടറിൽ പരം കൃഷിഭൂമി എന്നിവയ്ക്കും നാശനഷ്ടമുണ്ടായി. 145 വീടുകൾ പൂർണ്ണമായും 170 വീടുകൾ ഭാഗികമായും തകർന്നു. 240 വീടുകൾ വാസയോഗ്യമല്ലാതായി. 180 വീടുകൾ ഒഴുകിപ്പോയി. 171 വളർത്തുമൃഗങ്ങൾക്ക് ജീവഹാനിയുണ്ടായി. 19 ഹെക്ടറോളം വനം പൂർണ്ണമായും ഒലിച്ചുപോയി. ദുരിതാശ്വാസ ക്യാമ്പ്. ദുരന്തബാധിതരെ പാർപ്പിക്കുന്നതിന് വൈത്തിരി താലൂക്കിലെ വിവിധ സ്കൂളുകളിലും സ്ഥലങ്ങളിലുമായി 17 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. 2500 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ധനസഹായം. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡപ്രകാരമുള്ള 4 ലക്ഷം രൂപയ്ക്ക് പുറമെ 2 ലക്ഷം രൂപ കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ചു. ഗുരുതരമായി പരിക്കേറ്റവർക്ക് STRF-ൽ നിന്ന് അനുവദനീയമായ തുറയ്ക്ക് പുറമെ 50,000 രൂപ കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചു. കണ്ണുകൾ, കൈകാലുകൾ നഷ്ടപ്പെട്ടവർക്ക് STRF-ൽ നിന്ന് അനുവദനീയമായ തുകയ്ക്ക് പുറമെ 40% മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക് 50,000 രൂപ വീതവും 60%-ലധികം വൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപ വീതവും ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ചു. ഉരുൾപൊട്ടൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട 6 കുട്ടികൾക്ക് 10 ലക്ഷം രൂപ വീതവും, മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ട 8 കുട്ടികൾക്ക് 5 ലക്ഷം രൂപ വീതവും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ മുഴുവൻ കുടുംബാംഗങ്ങളെയും പിന്നീട് അപകടത്തിൽ പ്രതീക്ഷിത ഭരണയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒറ്റപ്പെട്ടവരെയും സംരക്ഷിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതാണ്. കേന്ദ്ര സഹായം. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ അധിക സഹായം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് ഒരിക്കൽ കൂടി സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ മേഖലകളിലായി 1200 കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങളാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇത് കണക്കിലെടുത്തുള്ള അധിക കേന്ദ്ര സഹായത്തിനായി കേന്ദ്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായ മെമ്മോറാണ്ടം തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട്. വിശദമായ മെമ്മോറാണ്ടം സമർപ്പിച്ചുവെങ്കിലും ദുരന്തത്തിൻ്റെ ഭാഗമായി ലഭിക്കേണ്ട പ്രത്യേക ധനസഹായം ഇതുവരെ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ പ്രത്യേക ധനസഹായം എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ 3/10/2024 ചേർന്ന മന്ത്രിസഭാ യോഗവും തീരുമാനിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ട രേഖകൾ ലഭ്യമാക്കി. ഔദ്യോഗിക രേഖകൾ നഷ്ടപ്പെട്ട മുഴുവൻ പേർക്കും അത് ലഭ്യമാകുന്നതിന് വേണ്ടി പ്രത്യേക ക്യാമ്പുകൾ നടത്തി. റവന്യൂ വകുപ്പ് നൽകിയ വിവിധ രേഖകൾക്ക് പകരമായി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിന് ഫീസ് ഈടാക്കേണ്ടതില്ലെന്നും നടപടി ക്രമങ്ങൾ ഒഴിവാക്കണമെന്നും തീരുമാനിച്ചു. കടാശ്വാസ നടപടി. വൈത്തിരി താലൂക്കുമായി ബന്ധപ്പെട്ട് എല്ലാ ബാങ്ക് കുടിശ്ശികൾക്കും ഇനി ഒരറിയിപ്പുണ്ടാകുന്നത് വരെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാങ്കുകളിൽ നിന്നും മറ്റു പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും കടമെടുത്തവരുടെ തുക എഴുതിത്തള്ളുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. കേരള ബാങ്ക് ആദ്യം തന്നെ മാതൃകാപരമായ വിധത്തിൽ ഈ നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ബാങ്കുകളിൽ നിന്നും സ്വകാര്യ മേഖലയിൽ നിന്നും കടമെടുത്തവർ ദുരന്തത്തിൽപ്പെട്ടിട്ടുണ്ട്. റിസർവ് ബാങ്കിനെയും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തെയും ബന്ധപ്പെട്ടുകൊണ്ട് അവ എഴുതിത്തള്ളാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പൊതുധാരണയ്ക്കെതിരായി സ്വകാര്യ വ്യക്തികൾ കടമീടാക്കുന്നത് ഒഴിവാക്കാൻ ശക്തമായ ഇടപെടൽ നടത്തും. ദുരിതാശ്വാസ നിധി. സർവവും നഷ്ടപ്പെട്ടവരുടെ സഹായിക്കാൻ ഞങ്ങളുടെ പങ്ക് ഞങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് മുന്നോട്ട് വന്ന സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുള്ള വ്യക്തികളും സംഘടനകളും സ്ഥാപനങ്ങളും അയൽ സംസ്ഥാനക്കാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയയച്ച് നൽകിയ സംഭാവനകൾ ഈ പ്രവർത്തനങ്ങൾക്ക് ഒട്ടും ചെറുതല്ലാത്ത പിന്തുണയാണ് നൽകിയത്. കുടുക്ക സമ്പാദ്യവും പാദസരമൂരി നൽകിയതും കമ്മൽ വിറ്റ പൈസയും കുഞ്ഞു കുഞ്ഞാവശ്യങ്ങൾക്ക് സ്വരുക്കൂട്ടി വെച്ചതുമൊക്കെ മടികൂടാതെ നൽകിയ കുട്ടികളോടുള്ള നന്ദി പങ്കുവയ്ക്കാൻ വാക്കുകളില്ല. ദുരന്തത്തിന് ശേഷം 5/10/2024 വരെ 514.14 കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി ലഭിച്ചിട്ടുണ്ട്. പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സന്നദ്ധ സംഘടനകളും ഇതിനകം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ സർവ്വവും നഷ്ടപ്പെട്ടവരെ ചേർത്ത് നിർത്തി
അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സമഗ്രമായ പുനരധിവാസ പാക്കേജാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സർവകക്ഷി യോഗം ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മികച്ച പുനരധിവാസം ഉറപ്പാക്കുന്നതിന് 29/8/2024 സർവകക്ഷി യോഗം ചേരുകയുണ്ടായി. യോഗത്തിൽ എല്ലാ കക്ഷികളും ഒരേ വികാരമാണ് പ്രകടിപ്പിച്ചത്. ഇതിനു മുമ്പായി ആഗസ്റ്റ് 23 മേപ്പാടിയിൽ MLA-മാർ ഉൾപ്പെടെ ദുരന്തബാധിത പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനപ്രതിനിധികളും ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പുനരധിവാസത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായം കൂടി അറിയുന്നതിന് ഒരു ജനകീയ യോഗം സംഘടിപ്പിച്ചു. ഈ യോഗത്തിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. പുനരധിവാസത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായം കൂടി കേൾക്കാൻ കഴിയുന്ന ആദ്യ അനുഭവമായിരുന്നു ഇത്. താൽക്കാലിക പുനരധിവാസം ദുരന്തബാധിതരായ മുഴുവൻ കുടുംബങ്ങളെയും വാടക വീടുകളിലേക്കും വിവിധ സർക്കാർ വകുപ്പുകളുടെ കൈവശമുള്ള ക്വാർട്ടേഴ്സുകളിലേക്കും ബന്ധുവീടുകളിലുമായി 24 ദിവസത്തിനകം പുനരധിവസിപ്പിക്കാനായി. ഇവർക്ക് ഭക്ഷണ സാധനങ്ങളും മറ്റുമടങ്ങിയ കിറ്റുകളും ആവശ്യമായ ഫർണിച്ചറുകളും മറ്റുപകരണങ്ങളും വിതരണം ചെയ്തു. പ്രതിമാസ വാടകയായി 6000 രൂപ വീതം അനുവദിച്ചു. ഓരോ കുടുംബങ്ങൾക്കും 10,000 രൂപ വീതം അടിയന്തര ധനസഹായം നൽകി. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് സഹായധനമായി പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് 300 രൂപ നിരക്കിൽ 30 ദിവസത്തേക്ക് അനുവദിച്ചു. സർ, ഈ ആനുകൂല്യം ഒരു കുടുംബത്തിലെ 2 വ്യക്തികൾക്ക് നൽകി. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സമിതി ചേർന്ന് 2 തവണകളിലേക്ക് കൂടി ഈ സഹായം വർദ്ധിപ്പിച്ച് ആകെ 90 ദിവസം വരെ സഹായം നൽകുന്നത് സർക്കാർ ആലോചിച്ചു വരികയാണ്. ഇതുകൂടാതെ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗിയുള്ളതോ കിടപ്പു രോഗിയുള്ളതോ ആയ കുടുംബങ്ങളിലെ ഒരാൾക്ക് കൂടി 300 രൂപ വീതം അധികമായി 30 ദിവസത്തേക്ക് അനുവദിച്ചു. താൽക്കാലികമായി പുനരധിവസിക്കപ്പെട്ടവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസമുണ്ടായാൽ അക്കാര്യത്തിൽ പരാതികൾ നൽകാനും ഇടപെടാനും അസിസ്റ്റന്റ് കളക്ടറുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിച്ച് വരുന്നുണ്ട്. മുന്നറിയിപ്പ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കും. സൈക്ലോൺ മുന്നറിയിപ്പുകൾ നല്ല രീതിയിൽ ലഭ്യമാകുന്നുണ്ടെങ്കിലും ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങളെക്കുറിച്ച് വേണ്ടത്ര മുന്നറിയിപ്പുകൾ ലഭ്യമല്ല. മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്നതിന് കേന്ദ്ര ഏജൻസിയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പഠന സ്ഥാപനം കൂടുതൽ ശക്തിപ്പെടുത്തും. കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സഹായവും ഇക്കാര്യത്തിൽ തേടും. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് അതിശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ആപ്താമിത്ര സന്നദ്ധ പ്രവർത്തകരും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അപകടസാധ്യത കൂടുതലുള്ള ഇടങ്ങളിൽ നിന്ന് ജനങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. അത്തരമിടങ്ങളിൽ നിന്ന് ആളുകൾ ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും മാറി താമസിച്ചു. പുഞ്ചിരി മറ്റം ഭാഗങ്ങളിൽ നിന്ന് 4 കുടുംബങ്ങളിലെ 15 പേരെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും 50 പേരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. 29/7/2024 മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ എല്ലാ റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തനം നിർത്തുന്നതിനായി പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിരുന്നു. അർദ്ധരാത്രിയിൽ ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ജനങ്ങൾ സർക്കാർ സംവിധാനങ്ങളെ വിവരമറിയിക്കുകയും അഗ്നിരക്ഷാസേനയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതരും ചേർന്ന് സംഭവസ്ഥലത്തേക്ക് ദ്രുതഗതിയിലെത്തുകയും രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ തന്നെ കൂടുതൽ ആളുകളുടെ സുരക്ഷമായ ഇടങ്ങളിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. ഇതെല്ലാം മേപ്പാടിയിൽ ആൾനാശം കുറെയെങ്കിലും കുറയ്ക്കാൻ സഹായിച്ചു. കോഴിക്കോട് വിലങ്ങാടിലും വയനാട്ടിലെ മേപ്പാടിയിലും ജനങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും തദ്ദേശ സർക്കാരുകളുടെയും ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെയും ജാഗ്രത കൊണ്ട് ഒട്ടനവധി ജീവനുകൾ രക്ഷപ്പെടുത്താനായി. അന്തിമ പുനരധിവാസ പ്രവർത്തനങ്ങൾ സമഗ്രവും സർവസന സ്പർശിയുമായ പുനരധിവാസമാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ജനങ്ങൾ പങ്കുവച്ച നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ദുരന്തം ബാക്കിയായവരെ ചേർത്തുപിടിക്കാൻ അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായി ജീവിതം വീണ്ടെടുത്തു നൽകാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റും ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി മാതൃകാ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങൾ കാലതാമസം കൂടാതെ ഏറ്റെടുക്കുന്നതിന് ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഭാവിയിൽ 2ാമത്തെ നില കൂടി പണിയുന്നതിന് സൗകര്യമുള്ള രീതിയിൽ 1000 സ്ക്വയർ ഫീറ്റിൽ ഒറ്റനില വീടുകളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. പുനരധിവാസ പാക്കേജിൽ ജീവനോപാധികളും ഉറപ്പാക്കും. വനിതകൾക്ക് അവർക്ക് അനുയോജ്യമായ തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള പരിശീലനവും ഇതോടൊപ്പം നൽകും. കർഷകർക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൗകര്യവും പാക്കേജിൻ്റെ ഭാഗമായി പരിഗണിക്കും. ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ 1ാം ഘട്ടമായും വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന മറ്റ് കുടുംബങ്ങളെ 2ാം ഘട്ടമായും പുനരധിവസിപ്പിക്കും.
ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളുടെ കരട് പട്ടിക ജില്ലാ കളക്ടർ പ്രസിദ്ധീകരിക്കും. പട്ടിക അന്തിമമാക്കുന്നത് സംബന്ധിച്ച വിശദമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പുനരധിവാസ പാക്കേജിൽ ജീവനോപാധികൾ ഉറപ്പാക്കും. തൊഴിലെടുക്കാൻ കഴിയുന്ന പരമാവധി പേർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. എല്ലാ സ്ത്രീകൾക്കും അവർക്ക് താല്പര്യമുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നതിന് ആവശ്യമായ പരിശീലനവും ഇതോടൊപ്പം നൽകും. വാടക കെട്ടിടങ്ങളിൽ കച്ചവടം നടത്തുന്നവരെ കൂടി പുനരധിവാസത്തിൻ്റെ ഭാഗമായി സംരക്ഷിക്കും. പുനരധിവാസ പദ്ധതികളുടെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായി സർക്കാർ അംഗീകരിച്ച നിലവിലെ വ്യവസ്ഥകളനുസരിച്ച് കിഫ്ബി മുഖേന മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. വിവിധ മേഖലകളിൽ ആവശ്യമായി വരുന്ന വിദഗ്ധരുടെ സേവനവും ഉപയോഗിക്കുന്നതാണ്. ഇതിനായി മറ്റു വകുപ്പുകളിൽ പൊതുമരാമത്ത്, കേരള വാട്ടർ അതോറിറ്റി, KICD, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ടൗൺ പ്ലാനിംഗ് വകുപ്പ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വകുപ്പ് മുതലായവയിൽ നിന്ന് അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ സഹായത്തോടെ ആയിരിക്കും പദ്ധതികളുടെ നിർവഹണം നടത്തുക. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നത അധികാര സമിതിയായിരിക്കും പദ്ധതിക്ക് മേൽനോട്ടം നൽകുന്നത്. 2 ടൗൺഷിപ്പിലും കൂടി ഏകദേശം 1000 വീടുകൾ പണിയുവാനാണ് ലക്ഷ്യമിടുന്നത്. 2 ടൗൺഷിപ്പുകൾക്കായി നിർദ്ദേശിച്ച സ്ഥലത്തിൻ്റെ വിശദമായ ടോട്ടൽ സ്റ്റേഷൻ സർവേക്കായി ഹ്രസ്വകാല കൊട്ടേഷനുകൾ എത്രയും വേഗം ക്ഷണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ്, കൺസ്ട്രക്ഷൻ മാതൃകയിലാണ് പദ്ധതികൾ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനായി EPC ടെൻഡർ രേഖകൾ 2024 നവംബർ 15-നകം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സർക്കാർ അനുമതി ലഭ്യമായ ശേഷം ഒരാഴ്ചയ്ക്കകം പദ്ധതികൾ ടെൻഡർ ചെയ്യുവാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡിസംബർ 31 ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നും കരുതുന്നു. പദ്ധതിക്കായി സാമഗ്രികളായി സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത സ്പോൺസർമാരിൽ നിന്ന് അവ സ്വീകരിക്കുന്നതിന് പ്രത്യേക സൗകര്യം സൃഷ്ടിക്കും. 2 ടൗൺഷിപ്പുകളിലെയും വീടുകളുടെയോ മറ്റു സൗകര്യങ്ങളുടെയോ പൂർത്തീകരണത്തിന് പണമായി സംഭാവന നൽകാൻ സന്മനസ് പ്രകടിപ്പിച്ചിട്ടുള്ള സ്പോൺസർമാർക്ക് അവരുടെ സഹായം നൽകുവാൻ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. അവരുമായി പ്രത്യേക ചർച്ച നടത്തി വിശദാംശങ്ങൾ തീരുമാനിക്കും. വിലങ്ങാട് ദുരന്തം. കോഴിക്കോട് ജില്ലയിലെ വടകര വിലങ്ങാട് 2024 ജൂലൈ 30-ന് അർദ്ധരാത്രി ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒരാൾ മരിക്കുകയും 11 കുടുംബങ്ങൾ പൂർണ്ണമായും ഭൂമിയും വീടും നഷ്ടപ്പെടുകയും ഉണ്ടായി. 25 വീടുകൾ പൂർണ്ണമായും, 9 വീടുകൾ ഭാഗികമായും തകർന്നു. 9 മറ്റു കെട്ടിടങ്ങളും തകർന്നു. 1.24 ഹെക്ടർ പുരയിടം ഒലിച്ചുപോയി. 250 ഏക്കർ കൃഷിനാശമുണ്ടായി. 58.81 കോടി രൂപയുടെ വ്യക്തിഗത നഷ്ടവും 158 കോടി രൂപയുടെ പൊതുമുതൽ നഷ്ടവുമാണ് ഉണ്ടായത്. ദുരന്തബാധിതർക്ക് അടിയന്തര സഹായമായി 10,000 രൂപ വീതം അനുവദിച്ചു. വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട 30 കുടുംബങ്ങളെ വാടക വീട്ടുകളിലേക്ക് മാറ്റുകയും പ്രതിമാസം 6,000 രൂപ വാടക നൽകി വരികയും ചെയ്യുന്നുണ്ട്. വയനാട് ദുരന്തത്തിൽ നൽകിയ രീതിയിൽ മറ്റു സഹായങ്ങളും അനുവദിച്ചിട്ടുണ്ട്. വിലങ്ങാടിലെ ദുരന്തബാധിതർക്കും പുനരധിവാസം ഉറപ്പാക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും വർദ്ധിച്ചു വരുന്ന അതിതീവ്ര പ്രകൃതി പ്രതിഭാസങ്ങളുടെയും ഫലമായി ഉണ്ടാകുന്ന ദുരന്തങ്ങളെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രളയങ്ങളും വരൾച്ചയും ചുഴലിക്കാറ്റും ഉഷ്ണതരംഗങ്ങളും പകർച്ചവ്യാധികളും തുടർച്ചയായി ആവർത്തിക്കപ്പെടുന്നു. നിർഭാഗ്യവശാൽ കേരളവും പ്രകൃതിക്ഷോഭങ്ങളുടെ ഇരയാക്കപ്പെടുന്ന പ്രദേശമായി മാറിയിരിക്കുന്നു. ഉയർന്ന ജനസാന്ദ്രതയും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും കേരളത്തിലുണ്ടാക്കുന്ന ദുരന്തങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. ദുരന്തങ്ങളുടെ മുന്നിൽ പതറി നിൽക്കാതെ അതിജീവനത്തിൻ്റെ പുതുചരിത്രം രചിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ മറികടന്നു. മലയാളി സമൂഹം ഒന്നാകെ ഐക്യത്തോടെയും സന്നദ്ധതയോടെയും പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ദുരന്തത്തിന് ഇരയായവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിഞ്ഞത്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അതിതീവ്രത അനുഭവിക്കുന്ന സമൂഹമായി കേരളം വളരെ വേറെ മാറുന്ന പശ്ചാത്തലത്തിൽ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങളുടെ ആഘാതം പരമാവധി ലഘൂകരിക്കാൻ ഫലപ്രദമായ എല്ലാ ഇടപെടലുകളും സർക്കാർ നടത്തിവരികയാണ്. ദുരന്ത നിവാരണ സംവിധാനങ്ങളെ ശാക്തീകരിച്ചും ജനങ്ങളുടെ അവബോധം വളർത്തിയും ദുരന്ത നിവാരണത്തിന് കേരള മാതൃക സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും.